Together, I consider that our present sufferings are not worth comparing with the glory that will be revealed in us. 18ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിനോട് തുലനം ചെയ്യാൻ അർഹമല്ലാത്ത വിധം നിസ്സാരമാണ് ഇക്കാലത്തെ കഷ്ടതകൾ എന്ന് ഞാൻ കരുതുന്നു. Are you there? Make some noise. Hallelujah. Hallelujah. The Bible says, Paul says, I consider our present sufferings are not worth comparing with the glory that will be revealed in us. പൗലോസ് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിനോട് തുലനം ചെയ്യാൻ അർഹമല്ലാത്ത വിധം നിസ്സാരമാണ് ഇക്കാലത്തെ കഷ്ടങ്ങൾ. So whenever you go through some sufferings or tough situations in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ വളരെ ടഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വൈഷമ്യമേറിയ അവസ്ഥകളിലൂടെ നിങ്ങൾ പോകുമ്പോൾ just compare the sufferings with the glory that will be revealed in you. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന തേജസ്സുമായിട്ട് ഇന്നത്തെ കഷ്ടതകളെ നിങ്ങൾ താരതമ്യം ചെയ്യണം. But we all fail in that area. പക്ഷേ എല്ലായ്പ്പോഴും ദൈവമക്കളെ ഈ കാര്യത്തിൽ നമ്മൾ പരാജിതരാണ്. When tough situations come, ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ടാകുമ്പോൾ we are very experts in crying. നമ്മൾ കരയുന്ന കാര്യത്തിൽ വളരെ എക്സ്പേർട്സ് ആണ്. But Paul did not do that. എന്നാൽ പൗലോസ് അതല്ല അവിടെ ചെയ്യുന്നത്. Instead of crying, he started comparing the future glory with present suffering. പകരം മറ്റുള്ളവരുമായിട്ട് തന്റെ അവസ്ഥ കമ്പയർ ചെയ്തതിനേക്കാൾ താരതമ്യപ്പെടുത്തുന്നതിനേക്കാൾ പൗലോസ് ചെയ്യുന്ന തനിക്ക് വരാൻ പോകുന്ന തേജസ്സുമായിട്ടാണ് ഇന്നത്തെ കഷ്ടതയെ താരതമ്യം ചെയ്യുന്നത്. Tough situations will never last, but tough people do. എല്ലായ്പ്പോഴും ഓർക്കുക, വൈഷമ്യമേറിയിട്ടുള്ള വിഷമമായിട്ടുള്ള അവസ്ഥകൾ ഒത്തിരി നാളുകൾ നിലനിൽക്കുകയില്ല. എന്നാൽ വൈഷമ്യമേറിയ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾ അവർ ദീർഘകാലം നിലനിൽക്കുന്നവരായിരിക്കും. Look to the next person and say, your problem is temporary. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ, your problem is temporary. നിന്റെ പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. Do you know why you are asked to do like this? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതെന്ന് അറിയാമോ? I am giving everybody a chance to preach. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞാൻ ഒരു അവസരം നൽകുകയാണ്. You may desire to preach from here, but you are not allowed. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പ്രസംഗിക്കണം എന്ന് ഒത്തിരി താല്പര്യം കാണും, പക്ഷേ അത് അനുവദനീയമല്ല. But you can preach wherever you are. പക്ഷേ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കും. Tell another person your problems are temporary. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് പ്രസംഗിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. Tell the same guy, but you are permanent. എന്നിട്ട് അയാളോട് പറയുക, you are permanent. നിങ്ങൾ സ്ഥിരമാനസനാണ്. സ്ഥിരമാണ്. നിങ്ങൾ മാറ്റമില്ലാത്ത വ്യക്തിയാണ്. You will last forever. നിങ്ങൾ എല്ലാ കാലവും നിലനിൽക്കുന്ന വ്യക്തിയാണ്. Because you are a child of God. കാരണം നിങ്ങൾ ഒരു ദൈവ പൈതലാണ്. Hallelujah. Hallelujah. Everybody lift up your right hand. Say this after me. എനിക്ക് ശേഷം ഇത് പറഞ്ഞാലും, my problems are temporary. Do you know that the devil is a little deaf? So you have to increase your volume and say, come on, 1, 2, 3. കുറച്ച് ചെവിക്ക് കേൾവി കുറവുണ്ട്. പതുക്കെയാണ് ചെവി പുള്ളിക്കാരൻ. അതുകൊണ്ട് ഇവൻ സാത്താൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അല്പം കൂടി ശബ്ദം ഉയർത്തി പറയുക. Come on, amplify. Come on, 1, 2, 3. Good boys, good girls. Very, very good. Hallelujah. Hallelujah. Clap your hands for yourself. This is not for God, not for me. ദൈവത്തിനും എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നന്നായി ഉറക്കെ പറഞ്ഞതുകൊണ്ട്. Hallelujah. Hallelujah. Verse number 19. 19ാമത്തെ വചനം. Romans 8. റോമർക്ക് എഴുതിയ ലേഖനം The creation waits in eager expectation
for the sons of God to be revealed. ദൈവമക്കൾ വെളിപ്പെടുന്നതിനു വേണ്ടി സർവ്വ സൃഷ്ടിയും secret. Look at me. എന്നെ ശ്രദ്ധിച്ചാൽ All the earth, ഈ ഭൂമി മുഴുവൻ, the sun, the moon, the whole universe, ഈ സൂര്യനും ചന്ദ്രനും ഈ മുഴുവൻ പ്രപഞ്ചവും is waiting and waiting and waiting. കാത്തിരിക്കുകയാണ്. For whom? ആർക്കു വേണ്ടി? For whom? ആർക്കു വേണ്ടി? The Bible says ബൈബിൾ പറയുന്നു, for you. നിങ്ങൾക്ക് വേണ്ടി. Not in this shape. ഈ രൂപത്തിലല്ല. Not in this shape. ഈ രൂപത്തിന് വേണ്ടിയിട്ടല്ല. Not in saree, not in churidar. സാരിയിലും ചുരിദാറിലുമുള്ള ഈ രൂപത്തിന് വേണ്ടിയിട്ടല്ല. Not in jeans, not in t-shirt. ടീഷർട്ടിലും ജീൻസിലുമുള്ള ഈ രൂപത്തിലല്ല. No. അതിനു വേണ്ടി That all the creation has already seen. ആ സൃഷ്ടിയെല്ലാം എല്ലാവരും കണ്ടു കഴിഞ്ഞു. Every creation has seen all these shapes. ഈ എല്ലാ സൃഷ്ടികളും ഈ രൂപമെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. But the whole universe is waiting for something. എന്നാൽ ഈ മുഴുവൻ പ്രപഞ്ചവും ചിലതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. After this life, ഈ ജീവിതത്തിന് ശേഷം your shape will change. നിങ്ങളുടെ രൂപത്തിന് മാറ്റമുണ്ടാകും. The whole figure will change. ഇന്നത്തെ ഈ ഫിഗർ മൊത്തം മാറും. And the whole universe is waiting for the revelation of you in God's glory. ഈ മുഴുവൻ പ്രപഞ്ചവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള തേജസ്സിന്റെ വെളിപ്പെടാനുള്ള തേജസ്സിനു വേണ്ടി പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുകയാണ്. Wow! Did you know that? നിങ്ങൾക്കത് അറിയാമോ? When you look before a mirror, നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ many times you hate yourselves. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വെറുപ്പായി തോന്നിയേക്കാം. I don't like my nose. അയ്യോ, എനിക്ക് എന്റെ മൂക്ക് ഇഷ്ടമല്ല. I want a longer nose. എനിക്കൊരു നീണ്ട മൂക്കുണ്ടായിരുന്നെങ്കിൽ. I don't like this nose. എനിക്ക് ഈ മൂക്ക് ഇഷ്ടമല്ല. I don't like my complexion. എനിക്ക് എന്റെ ഈ നിറം ഇഷ്ടമല്ല. God, why did you create me like this? എന്തിനാ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്? God says, wait. ദൈവം പറയാണ്, കാത്തിരിക്കുക, wait. I have prepared something for you. ഞാൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. No eye has ever seen it. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. No ear has ever heard it. ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്. No mind has ever perceived it. ആരുടെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്തത്. Such a glorious thing I have prepared for you. അത്രത്തോളം മഹത്വകരമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. Just wait a while. അതിനു വേണ്ടിയിട്ട് ചില നിമിഷങ്ങൾ കാത്തിരിക്കുക. All the seas, all the mountains, all the earth, all the universe, all the stars are waiting for that figure of mine to come forth. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫിഗർ ഉണ്ടാകാൻ, അങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാ നദികളും എല്ലാ പർവ്വതങ്ങളും എല്ലാ ചന്ദ്രനും സൂര്യനും അതിനുവേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. Do you have the book of Romans here in America? അമേരിക്കയിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിളിൽ റോമാലേഖനമുണ്ടോ? Do you have chapter number 8? നിങ്ങൾക്ക് 8-ാം അധ്യായം നിങ്ങളുടെ ബൈബിളിലുണ്ടോ? Do you have verse number 19? അതിനകത്ത് 19-ാമത്തെ വചനമുണ്ടോ? Read it for me, please. അതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വായിക്കാൻ തുടങ്ങിയാലോ? Please read louder. ഉറക്കെ അത് എനിക്ക് വേണ്ടി വായിക്കാൻ തുടങ്ങിയാലോ? Yeah. Read. For the anxious longing of the creation waits eagerly for the revealing of the sons of God. Can you read it again? ഒരിക്കൽ കൂടി അത് വായിക്കാമോ? For the anxious longing of the creation waits eagerly for the revealing of the sons of God. The creation. What is creation? Everything that is created, the visible and invisible creation of God, waits in eager expectation for the sons of God, the daughters of God, to be revealed. സർവ്വ സൃഷ്ടിയും ദൈവമക്കൾ വെളിപ്പെടുന്നതിനു വേണ്ടി അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Oh my God. If you had known these truths before, ഒരുപക്ഷേ ഈ സത്യം നിങ്ങൾ ഇതിനു മുൻപ് അറിഞ്ഞിട്ടുണ്ടാവില്ല. you would not live like this. നിങ്ങൾ ഇതുപോലെ ജീവിക്കില്ല. You would not sit like this. നിങ്ങൾ ഇതുപോലെ ഇരിക്കില്ലായിരുന്നു. Hallelujah. The whole creation is waiting for your future glory. നിങ്ങളുടെ വരുവാനുള്ള
തേജസ്സിനു വേണ്ടി, മഹത്വത്തിനു വേണ്ടി സർവ്വ സൃഷ്ടിയും അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്നു. Compared to that life, your life is very short. ആ ഒരു ജീവിതവുമായിട്ട് നിങ്ങൾ തുലനം ചെയ്താൽ, താരതമ്യം നടത്തിയാൽ ഇന്നത്തെ ജീവിതത്തിലെ കഷ്ടതകൾ വളരെ നിസ്സാരമാണ്. Let's read verse number 24. The creation was subjected to frustration, not by its own choice, but by the will of the one who subjected it in hope, that the creation itself will be liberated from its bondage to decay and brought to the glorious freedom of the children of God. Verse number 21. 20 and 21. 20ാമത്തെ വചനം. സൃഷ്ടി വ്യർത്ഥതയ്ക്ക് വിധേയമാക്കപ്പെട്ടു, അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, പ്രത്യാശയാൽ അതിനെ വിധേയപ്പെടുത്തിയവന്റെ ഇഷ്ടത്താൽ തന്നെ. ഈ പ്രത്യാശയോ സൃഷ്ടി തന്നെയും ജീർണതയുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നത്രേ. Underline the glorious freedom of the children of God. അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ് ദൈവമക്കളുടെ മഹത്വകരമായ സ്വാതന്ത്ര്യം. Somebody say hallelujah. Do you know that a glorious freedom is coming to your life? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരു വലിയ തേജസ്സിന്റെ, ഒരു മഹത്വത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്? Hallelujah. Hallelujah. Touch somebody and say you have a future. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയാമോ, you have a future. Not only here, even after this life you have a future. ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗ്ഗത്തിലും നിനക്കൊരു നല്ല ഭാവി ദൈവം വെച്ചിട്ടുണ്ട്. I can see the devil crying tonight. ഇന്ന് രാത്രി സാത്താൻ കരയുന്നത് എനിക്ക് കാണാം. Because you are knowing the truth, you are going to experience freedom and you are going to be promoted to glory in the coming days. നിങ്ങൾ ഇന്ന് സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ തേജസ്സിലേക്ക് നിങ്ങൾ അടുത്ത ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. Somebody shout a passionate Jesus. എത്ര പേർ ശബ്ദമുയർത്തി ഉറക്കെ ജീസസ് എന്ന് ഉറക്കെ പറയാം? 1 2 3 Jesus. One more time. 1 2 3 Jesus. Hallelujah. You have no condemnation. നിങ്ങൾക്ക് ഇനി ശിക്ഷാവിധിയില്ല. No need of any fear of any judgment or condemnation. ഇനി ഒരിക്കലും ഭയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അതിന്റേതായ ശിക്ഷാവിധിയുടെ ഭയത്തിന്റെ ആവശ്യകതയില്ല. Touch the next person and say hello, sleep well. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയുമ്പോൾ നന്നായി ഉറങ്ങ്. Because many people when they sleep they have fearful horror dreams. കാരണം ഒത്തിരി ആളുകൾ ഉറങ്ങുമ്പോൾ അവർ വളരെ ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടാണ് ഉറങ്ങുന്നത്. But sweet dreams. എന്നാൽ നിങ്ങൾക്ക് മധുരമരമായ ഒരു ഉറക്കം ഞാൻ ആശംസിക്കുന്നു. Sleep well. നന്നായി ഉറങ്ങുക. Because the Bible says God gives his children sleep. കാരണം ബൈബിൾ പറയുന്നു ദൈവം തന്റെ മക്കൾക്ക് ഉറക്കം നൽകുന്നു. I think this morning one Ammachi came to me and told me that she slept well yesterday. ഇന്നലെ രാത്രി ഒരു അമ്മച്ചി നന്നായി ഉറങ്ങി എന്ന് രാവിലെ വന്ന ഒരു അമ്മച്ചിയോട് so happy. ഞാൻ അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. And even in my meetings if people are sleeping I never wake them up. എന്റെ മീറ്റിംഗിനിടയിൽ പോലും ആളുകൾ ഉറങ്ങിയാൽ ഞാൻ അവരെ ഉണർത്താറില്ല. Because that's the only time they sleep. കാരണം ആ സമയത്തല്ലേ അവർക്ക് ആകെ ഉറങ്ങാൻ സാധിക്കുന്നത്. In their homes they are not able to sleep. അവരുടെ വീട്ടിലാണെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. Even that time I count my preaching is very very good. അപ്പോഴും ഞാൻ എന്റെ പ്രസംഗം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Hello. Hello. Hallelujah. Hallelujah. Somebody shout Jesus. Hallelujah. Can I tell you one more thing? ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. One last thing. Okay. You listen. Even if you don't sit, I will say. Hallelujah. Hallelujah. Romans chapter 8. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം Verse number 11. അതിന്റെ 11-ാമത്തെ വചനം. Verse number 11. And if the spirit of him who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies through his spirit who lives in you. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. Say somebody amen. This is verse number 11. ഇത് 11-ാമത്തെ വചനമാണ്.
If you multiply 11 with 2, what will you get? നിങ്ങൾ 11ാമത്തെ വചനത്തെ 11 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? Let's read 22. അങ്ങനെയെങ്കിൽ 22 We know that the whole creation has been groaning as in the pains of childbirth right up to this present time. 22ാമത്തെ വചനം സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഈറ്റുനോവിൽ എന്നതുപോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. 23. Not only so, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for our adoption as sons, the redemption of our bodies. തന്നെയുമല്ല 23ാമത്തെ വചനം തന്നെയുമല്ല ആത്മാവെന്ന ആദ്യഫലം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടുവാൻ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. Hallelujah. Hallelujah. Number 3, God is going to give us adoption as sons and daughters. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദൈവം നമ്മെ പുത്രത്വത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്നു. Amen. Adoption as sons is interpreted there. Adoption as sons means the redemption of our bodies. ആ പുത്രത്വത്തിലേക്ക് ദത്തെടുക്കപ്പെടുക എന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. Amen. Are you there? നിങ്ങൾ അവിടെയുണ്ടോ? Yes. Many people are suffering in their bodies. ഒത്തിരി ആളുകളും ശരീരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. Some people have asthma problem. ചില ആളുകൾക്ക് ശരീരത്തിൽ ആസ്മയുടെ പ്രശ്നമുള്ളവരുണ്ട്. Whole night they don't sleep. മുഴുവൻ രാത്രിയും അവർ ഉറങ്ങാറില്ല. Some people have arthritis. ചില ആളുകൾക്ക് ആർത്രൈറ്റിസ് വാതത്തിന്റെ അസുഖമാണ്. Some people they have. ഒത്തിരി രോഗങ്ങൾ ശരീരത്തിൽ സഹിക്കുന്നവരാണ്. We are living in an imperfect world. നിങ്ങൾക്കറിയാമോ പൂർണ്ണതയില്ലാത്ത ഒരു ലോകത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. Are you there? നിങ്ങൾ എവിടെയുണ്ടോ? But I have a great news. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു വലിയ വാർത്ത പറയാനുണ്ട്. The Lord is going to give us something called the adoption as sons and daughters. എന്നാൽ ദൈവം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാ, ദൈവം നമ്മെ പുത്രത്വത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്നു. Hallelujah. Hallelujah. That means the Lord is going to give you a resurrected body. അതായത് അതിന്റെ അർത്ഥം ദൈവം നമുക്ക് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീരം നൽകിയിരിക്കുന്നു. നൽകാൻ പോകുന്നു. When Jesus comes back, യേശു മടങ്ങി വരുമ്പോൾ, and the trumpet call, അന്ന് കാഹളനാദം കേൾക്കുമ്പോൾ, First Thessalonians chapter 4, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം verse number 16 onwards, 16ാമത്തെ വചനം മുതൽ, when the trumpet shall be sounded, അന്ന് കാഹളനാദം are കേൾക്കുമ്പോൾ, you there? നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? One day, ഒരു ദിവസം the trumpet shall be sounded, അന്ന് കാഹളനാദം കേൾക്കുമ്പോൾ, and that day, ആ ദിവസം the Bible says, ബൈബിൾ പറയുന്നു, all the sicknesses in your body, നിങ്ങളുടെ ശരീരത്തിലെ സകല all രോഗങ്ങളും, the weaknesses in your body, നിങ്ങളുടെ ശരീരത്തിലെ സകല all the ബലഹീനതകളും, ailments and infirmities in your body നിങ്ങളുടെ ശരീരത്തിലെ സകല വേദനകളും രോഗങ്ങളും will give away, അതെല്ലാം മാറിപ്പോകും. and you will wear a resurrected body. അന്ന് നിങ്ങൾക്ക് ഒരു പുനരുത്ഥാനത്തിന്റെ ഒരു പുതിയ ശരീരം, ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരം ലഭിക്കും. Hallelujah. If there is a lame person here, അന്ന് ഒരു മുടന്തനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, he will not be laming eternally. ആ നിത്യതയിൽ അവൻ ഒരിക്കലും മുടന്തനായിരിക്കില്ല. But the Lord is going to give him an immortal, glorious body. കാരണം അമർത്യമായിട്ടുള്ള ഒരു മഹത്വം, ഒരു തേജസ് ദൈവം ആ വ്യക്തി അണിയിക്കും. The Bible says that day the Lord will tell each and every one of us, don't cry anymore. I have put an end to all the tears. അന്ന് ദൈവം ബൈബിളിൽ പറയുകയാണ്, അന്നാളിൽ ആരും കരയരുത്, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഞാൻ തുടച്ചു മാറ്റും. Hallelujah. Hallelujah. The Lord is going to give you a glorious body. ദൈവം അന്ന് നമുക്ക് മഹത്വത്തിന്റെ തേജസ്സിന്റെ ഒരു ശരീരം നൽകും. I tell you a secret. ഞാൻ ഒരു രഹസ്യം കൂടെ നിങ്ങളോട് പറയട്ടെ. There are some huge bodybuilders today. ഇന്ന് വളരെ ഹ്യൂജ് ബോഡി ബിൽഡേഴ്സ്, വലിയ ശരീരമുള്ള ഒത്തിരി ആളുകളുണ്ട്. If the spirit in that body is not saved, ആ നല്ല വലിയ ശരീരമാണ്, പക്ഷെ അകത്തിരിക്കുന്ന ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, this bodybuilder's body will be eaten by eternal worms. അവന്റെ ആ
ശരീരം മുഴുവൻ നിത്യദിന പുഴുക്കൾ തിന്നും. But your weak, slim, thin body, പക്ഷെ നിങ്ങൾ ബലഹീനമായ വളരെ ശോഷിച്ച മെലിഞ്ഞ ഒരു വ്യക്തിയായ വിശ്വാസിയായിരിക്കാം. if the Spirit of the Lord who resurrected Jesus from the dead is right now in your bodies, നിങ്ങളുടെ ശരീരത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ വസിക്കുന്നുണ്ടെങ്കിൽ, that day, ആ ദിവസം, when all the gymnastics and all the bodybuilders will be tormented in the lake of fire, you will receive a glorious body. സൂക്ഷിക്കാൻ വേണ്ടി സകല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ യേശുവില്ലാത്തവർ അന്ന് ശരീരം പുഴുവമിക്കുമ്പോൾ, ഇന്ന് ബലഹീനനായിട്ടുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ അന്ന് മഹത്വമുള്ള ഒരു പുതിയ ശരീരത്തിന് നിങ്ങൾ പോകുന്നവരാകും. Hallelujah. What I'm trying to say is you are going to have a future glorious body. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഒരു നല്ല മഹത്വത്തിന്റെ ശരീരത്തിന് ഉടമയാകാനുള്ള ഒരു ഭാവി ഉണ്ടെന്ന്. It all means you have a future. എന്തൊക്കെയാണെങ്കിലും നിനക്കൊരു ഭാവിയുണ്ട്. Not only here on earth, but in the days to come, in the future eternity, you have a future. ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നിത്യതയിൽ നിങ്ങൾക്കൊരു നല്ല ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. Somebody say something to the Lord. എന്തെങ്കിലുമൊക്കെ കൈ ഉയർത്തി യേശുവിനോട് പറയാമോ? Hallelujah. Hallelujah. Thank you, Lord. Thank you, Jesus. Jesus, thank you. Thank you. Oh, Rama Shikara. In you, Lord. Hallelujah. The Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, so many things the Creator has prepared for you. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. But many of His children are earthly focused. എന്നാൽ അവന്റെ മക്കൾ പലരും ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ Many കേന്ദ്രീകരിക്കുന്നു. people are short-sighted. ഒത്തിരി ആളുകളും ദീർഘവീക്ഷണമില്ലാത്ത ആളുകളാണ്. But tonight the Holy Spirit says, എന്നാൽ ഇന്ന് രാത്രി അമേരിക്കയുടെ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, have a long sight. ഒരു ദീർഘവീക്ഷണമുള്ള ദർശനമുള്ള ആളുകളായി മാറുക. The Holy Spirit is treating all the short-sightedness, all the myopia of your eyes. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മീക കണ്ണുകൾക്ക് ബാധിച്ച ഹ്രസ്വദൃഷ്ടിയെ, മയോപ്പിയെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കുകയാണ്. I want everybody in this room to pray right now. ഇന്ന്
പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. All children, all youths, all adults. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെ, set your relationship right with God. ഇന്ന് തന്നെ നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. If you are a backslider, come back to God. ദൈവത്തിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, ഇന്നും മടങ്ങി വരിക. If you have not taken water baptism, decide today. ഇന്ന് നിങ്ങൾ സ്നാനമേൽക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുക. If you have not received the Holy Spirit's baptism, receive it today. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റിട്ടില്ലാത്തവർ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന അഭിഷേകത്തെ പ്രാപിക്കുക. If you have never given your lives to Jesus, give it today. ഇന്നുവരെ നിങ്ങളുടെ ജീവിതം യേശുവിന്റെ മുൻപാകെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അത് സമർപ്പിക്കാനുള്ള സമയമാണ്. After this life, ഈ ജീവിതത്തിനൊടുവിലായി when you meet with your Creator, നിങ്ങളുടെ സൃഷ്ടാവുമായി നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. He will ask two questions. അന്ന് രണ്ട് ചോദ്യങ്ങൾ അവൻ നിങ്ങളോട് ചോദിക്കും. Number one, ഒന്നാമത്തെ ചോദ്യം, what did you do with the life I gave you? ഞാൻ നിനക്ക് തന്ന ജീവിതം കൊണ്ട് നീ എന്താണ് ഭൂമിയിൽ ചെയ്തത്? Question number two, രണ്ടാമത്തെ ചോദ്യം ഇതായിരിക്കും, what did you do with my son whom I sent to save your life? ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ വേണ്ടി അയച്ച ക്രിസ്തുവിന് വേണ്ടി, എന്റെ പുത്രനായ യേശുവിന് വേണ്ടി നീ എന്താണ് ചെയ്തത്? Thank you, Lord. Start worshiping the Lord.